ബോയ് സംവിധായകൻ ചിദംബരത്തിനെതിരെ ലൈംഗികാതിക്രമ കേസ്. എറണാകുളം സൗത്ത് പോലീസാണ് നടിയുടെ പരാതിയിൽ കേസെടുത്തത്. 2022 ഫ്ളാറ്റിൽ അതിക്രമിച്ചു കയറി ലൈംഗിക ഉദ്ദേശത്തോടെ പെരുമാറിയെന്നാണ് കേസ്. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നുണ്ട്. സഹിൻ, എന്തൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്? ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ടോ? സോന, ലൈംഗിക അതിക്രമം, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ചിദംബരത്തിനെതിരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2022 തന്റെ ഫ്ളാറ്റിൽ കയറി തന്നെ പീഡിപ്പിക്കാൻ ചിദംബരം ശ്രമിച്ചു എന്നുള്ളതാണ് ഈ നടിയുടെ പരാതി. ചിദംബരം തന്നെ സംവിധാനം ചെയ്ത ഒരു ചിത്രത്തിൽ അഭിനയിച്ച നടിയായിരുന്നു പരാതി കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഈ ചിദംബരത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ സ്ത്രീ ഉന്നയിച്ചിട്ടുമുണ്ട്. താൻ പരാതി നൽകിയാൽ തന്നെ വകവരുത്തുമെന്നുള്ള ഭീഷണിയെല്ലാം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നതായാണ് സ്ത്രീയുടെ പരാതിയിലുള്ളത്. എന്തായാലും എറണാകുളം സൗത്ത് പോലീസ് ഈ സ്ത്രീയുടെ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട്. മാത്രമല്ല, മുൻപ് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നടി നൽകിയ പരാതിയിലാണ് ഈ സൗത്ത് പോലീസിന് അത് കൈമാറുകയും പിന്നീട് അവർ കേസെടുക്കുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നലെയാണ് ചിദംബരത്തിനെതിരെ പോലീസ് കേസെടുത്തത്. ഇനി ഇയാളുടെ അറസ്റ്റിലേക്കടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് നീങ്ങും. ഇത് 2022 നടന്ന സംഭവമാണല്ലോ. ഇപ്പോൾ കേസെടുക്കാനുണ്ടായ സാഹചര്യം എന്താണ്? തീർച്ചയായിട്ടും അത് മുൻപ് ഇത് ഒരു പരാതിയിലേക്ക് നടി പോയിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് ഇതൊരു പരാതിയായി പോലീസിന് കൈമാറുന്നത്. മാത്രമല്ല, അവരുടെ സോഷ്യൽ മീഡിയയിൽ ഇത് സംബന്ധിച്ച് അവർ ചില കുറിപ്പുകൾ മുൻപിട്ടിരുന്നു. പിന്നീട് ആ കുറിപ്പുകൾ പിൻവലിക്കുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ ദിവസം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയായിരുന്നു. ചിദംബരവുമായി മുൻപ് ഇയാളുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ സമീപിച്ചിരുന്നു. പരാതിയുമായി മുന്നോട്ട് പോകരുതെന്ന് തന്നോട് അപേക്ഷിച്ചിരുന്നു എന്നെല്ലാം ഇവർ പറയുന്നുണ്ട്. പക്ഷേ ചിദംബരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ പറയുന്നതാവട്ടെ, ഈ ചിദംബരത്തിൽ ഈ സ്ത്രീക്കെതിരെ അല്ലെങ്കിൽ ഈ നടിക്കെതിരെ മുൻപ് മാനനഷ്ടത്തിന് പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ യുവതി പരാതി കൊടുത്തത് എന്നുള്ളതാണ് ചിദംബരവുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. ഇനി പോലീസിന്റെ തുടർ നടപടികൾ എത്തരത്തിലായിരിക്കും ഇതിൽ? ഇനി ചിദംബരത്തിനെ കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട്. അയാളെ പ്രത്യേകിച്ചും സ്ത്രീകളുടെ ആരോപണത്തിൽ എടുത്തിരിക്കുന്ന കേസാണ്, ലൈംഗിക അതിക്രമ കേസാണ്. അതുകൊണ്ട് തന്നെ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ഇയാളെ ചോദ്യം ചെയ്യണം. ചോദ്യം ചെയ്തതിനു ശേഷം ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തണം. അത് കോടതിയിൽ നിന്നായിരിക്കും ഇയാൾക്ക് ജാമ്യം ലഭിക്കുക. സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളല്ല, കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ മറ്റു നടപടികളിലേക്ക് പോലീസ് കടന്നാൽ അത് ചിദംബരത്തിന് വലിയ രീതിയിൽ ബുദ്ധിമുട്ടാകും എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. സോണം, ശരി. സംവിധായകൻ ചിദംബരത്തിനെതിരെ ലൈംഗികാതിക്രമ കേസെടുത്തിരിക്കുകയാണ്. എറണാകുളം സൗത്ത് പോലീസാണ് നടിയുടെ പരാതിയിൽ കേസെടുത്തിരിക്കുന്നത്. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.